ഇന്ന് ഫെബ്രുവരി 24 ശനിയാഴ്ച. വിശുദ്ധ ലൂക്കാസ് ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. ആദ്യത്തെ ശിഷ്യന്മാർ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടെടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വെള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നോക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വെള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബെദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതൽ 11 വാക്യങ്ങൾ അനുസരിച്ച് സുവിശേഷത്തിലേക്കുള്ള അഗാധമായ ഒരു യാത്ര ആരംഭിക്കാം. ഈ വിശുദ്ധ ഭാഗത്തിൽ യേശുവും ഗലീലി കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികളും തമ്മിലുള്ള പരിവർത്തനാത്മകമായ ഒരു ഏറ്റുമുട്ടലിന് നാം സാക്ഷ്യം വഹിക്കുന്നു. വിശ്വാസത്തിൻ്റെയും ദൈവിക വിളിയുടെയും കാലാതീതമായ സത്യങ്ങളെ ഈ കാഴ്ച പ്രതിഫലിപ്പിക്കുന്നു. യേശു തടാകക്കരയിൽ നിൽക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ആഴത്തിലുള്ള ഒരു ലക്ഷ്യത്തിനായി കൊതിക്കുന്ന 1000 ആത്മാക്കളെയും അവൻ കാണുന്നു. ആഴമുള്ള വെള്ളത്തിലേക്ക് ഇറക്കി മീൻപിടുത്തത്തിനായി വലയിറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശിമയോനെ വിളിച്ചു. ഈ സാധാരണ കൽപ്പനയ്ക്ക് അഗാധമായ ദൈവശാസ്ത്രപരമായ ഭാരമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആഴം കുറഞ്ഞ ജനാശയങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാനും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനും കീഴടങ്ങാനുമുള്ള ക്ഷണമാണിത്. ശിമയോൻ ഇങ്ങനെ പ്രതികരിക്കുന്നു, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തു, ഒന്നും പിടിച്ചില്ല. എന്നിട്ടും യേശുവിൻ്റെ വാക്കുകൾ പ്രകാരം അവൻ വലകൾ ഇറക്കി. ഭൗതിക പ്രയത്നങ്ങൾ വ്യർത്ഥമെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ഒഴുകുന്ന സമൃദ്ധിയുടെ പ്രതിധ്വനിയാണ് തുടർന്നുള്ള അത്ഭുതകരമായ മീൻപിടുത്തം. ആഖ്യാനം പഴയ നിയമത്തിൽ നിന്നുള്ള പ്രതിധ്വനികളാൽ പ്രതിധ്വനിക്കുന്നു. അവരുടെ ദൈവത്തിൻ്റെ വിളി പലപ്പോഴും സമൃദ്ധമായ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. അജ്ഞാതമായ ദൈവവിളി പിന്തുടർന്നപ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമറ്റ സന്തതികളെ ലഭിക്കുമെന്ന് വാഗ്ദാനം ലഭിച്ച അബ്രഹാമിൻ്റെ കഥയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. മാത്രമല്ല, കവിഞ്ഞൊഴുകുന്ന വലകൾ ദൈവരാജ്യത്തിലെ ദിവ്യമായ വിളവെടുപ്പിനെ പ്രതീകപ്പെടുത്തുന്നു. അവിടെ നമ്മുടെ അനുസരണവും വിശ്വസ്തതയും സമൃദ്ധമായ ആത്മീയ ഫലങ്ങൾ നൽകുന്നു. യോഹന്നാൻ 15 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത് പോലെ, യേശു സ്വയം യഥാർത്ഥ മുന്തിരിവള്ളിയാണെന്നും നാം ശാഖകളാണെന്നും അത് ഓർമ്മിപ്പിക്കുന്നു. വളരെയധികം ഫലം കായ്ക്കുന്നതിനാൽ നാം പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, എന്നെ വിട്ടുപോകണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. ദൈവിക സാന്നിധ്യത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ സാക്ഷാത്കാരത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിന് മുമ്പിൽ നിൽക്കുമ്പോൾ യെശയ്യാ പ്രവാചകനും ഇതേ പ്രതികരണം നടത്തുന്നു. എന്നിരുന്നാലും യേശു ഒരു ആഹ്വാനത്തോടെ പ്രതികരിക്കുന്നു. ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നിങ്ങൾ ആളുകൾക്ക് വേണ്ടി മീൻ പിടിക്കും. നിയോഗം മത്തായിയുടെ സുവിശേഷം അധ്യായം 28, 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ മഹത്തായ നിയോഗത്തെ പ്രതിധ്വനിക്കുന്നു. അവിടെ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കാൻ യേശു തൻ്റെ ശിഷ്യരോട് നിർദ്ദേശിക്കുന്നു. മനുഷ്യരാശിയുടെ വിശാലമായ കടലിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ വല വീശിക്കൊണ്ട് ആത്മാക്കളുടെ മത്സ്യത്തൊഴിലാളികളാകാനുള്ള ആഹ്വാനമാണിത്. ഈ കഥ നമ്മുടെ സുവിശേഷ ഭാഗത്തിൻ്റെ കാലാതീതമായ സത്യത്തെ വീണ്ടും വീണ്ടും പ്രതിഫലിപ്പിക്കുന്നു. ശിമയോനെ പോലെ പരിചിതമായ ജലാശയങ്ങളിൽ ഫലമില്ലാതെ അധ്വാനിക്കുന്നതായി നാം കണ്ടെത്തിയേക്കാം. എങ്കിലും നാം ക്രിസ്തുവിൻ്റെ വിളി ശ്രദ്ധിക്കുമ്പോൾ സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള വലിയ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് ശിമയോനെ പോലെ, സെബദി പുത്രന്മാരെ പോലെ ക്രിസ്തുവിൻ്റെ വിളിയുടെ പരിവർത്തന ശക്തിയെ ഉൾക്കൊള്ളാം. വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് കടക്കുകയും മനുഷ്യരാശിയുടെ വിശാലമായ കടലിൽ ആത്മാക്കളെ പിടിക്കുന്നവരായി മാറുകയും ചെയ്യാം. ഉപസംഹാരമായി, വെള്ളം ശൂന്യമായി തോന്നുമ്പോഴും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ലൂക്കോസ് സുവിശേഷകൻ്റെ ഈ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അനുസരണത്തിലും കീഴടങ്ങിലും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയുമെന്നാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ പോലെ നമുക്കും ക്രിസ്തുവിൻ്റെ ആഹ്വാനത്തോട് പ്രതികരിക്കുകയും ആത്മാക്കളുടെ മത്സ്യത്തൊഴിലാളി